ഏത് പാർട്ടിയായാലും സമരം ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പൊതുജനത്തിനാണ്. നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിനെതിരെയാണോ നമ്മൾ സമരം ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് ഉദാഹരണത്തിന് KSEBക്കെതിരെ നമ്മളൊരു സമരം ചെയ്യുവാണെന്ന് വിചാരിച്ചോ, ചെയ്യുന്ന എന്താണ്, നമ്മുടെ പാർട്ടി പ്രവർത്തകരെല്ലാം കൂടെ പോയിട്ട് അതിന്റെ ഇപ്പുറത്ത് റോഡ് സൈഡിൽ പോയി റോഡിൽ ബാരിക്കേഡ് വെച്ചിട്ട് 10 ഇടിവണ്ടിയും കൊണ്ട് നിർത്തിച്ചിട്ട് പൊതുജനത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം സമരം ചെയ്യുന്നത്. ആ സമരം അവസാനിപ്പിക്കണം. പക്ഷെ അപ്പോഴെന്താണ്, വേറൊരു സ്ഥലത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ പവർ കട്ട് ഉണ്ടായി അവർ വിളിച്ചു പറയുമ്പോൾ ഇവരെന്തായിരിക്കും പറയുന്നത്, KSEB സ്റ്റാഫുകൾ ഇതുപോലെ ബാരിക്കേഡ് വെച്ചിട്ട് സമരം നടക്കുകയാണ്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അവർ ചായയും കുടിച്ച് മൊബൈലിൽ ഗെയിമും കളിച്ചുകൊണ്ട് അവർ സുഖമായിട്ടിരിക്കും. ഡിപ്പാർട്ട്മെന്റിന് എപ്പോഴും അല്ല, ഈ സമരങ്ങൾ നടക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. അങ്ങനെയല്ല, നമ്മളൊരു സമരം ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് ബുദ്ധിമുട്ടിക്കേണ്ടുന്നത്, അല്ലാതെ പൊതുജനത്തിനെ അല്ല. പൊതുജനത്തിന്റെ പൈസയും വാങ്ങിയിട്ടാണ് ഈ സമരങ്ങളിലേക്ക് പാർട്ടി പോകുന്നത്. എന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ആരെയാണ്? അതേ പൊതുജനത്തിനെ തന്നെയാണ് ഇവർ ബുദ്ധിമുട്ടിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് സമരത്തിന്റെ രീതിയും ശൈലിയും നമ്മൾ മാറ്റേണ്ടതാണ്. ഏത് സമരമാണെങ്കിലും അതിന് മീഡിയ പബ്ലിസിറ്റി കിട്ടിയാൽ മാത്രമേ ആ സമരം വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നുള്ള ഒരു സാഹചര്യത്തിൽ എത്തി. സോഷ്യൽ മീഡിയ അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി 2 കോടി ആൾക്കാരുടെ സംഭവം സോഷ്യൽ മീഡിയ വഴിയാ, അല്ല ഒരു അംഗീകൃതമായ മീഡിയ സ്ഥാപനങ്ങളും അല്ല. അപ്പൊ രണ്ട് മാസം ചെയ്യാലോ സോഷ്യൽ മീഡിയ വഴി. ഇദ്ദേഹം പറഞ്ഞ പോലെ 2 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വൻ ചൂടായിരുന്നു, നമുക്ക് കിടന്നുറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാനാണ് കേരളത്തിൽ ആദ്യമായിട്ട് KSEBയിൽ പോയി പാവിരിച്ച് കിടന്നുറങ്ങിയത്. പാവിരിച്ച് കിടന്ന സമരം, ആ സമരം അങ്ങ് ക്ലിക്കായി, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, ചാനലുകൾ ഏറ്റെടുത്തു. പിന്നീട് ആ കേരളം മുഴുവൻ തിരിച്ചെടുത്തു. എണ്ണം കൂടിയ പിന്നെ പാവിരിക്കുന്നവരുടെ എണ്ണം കൂടി. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.